ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഇന്നത്തെ മന്ത്രിസഭായോഗം അംഗീകാരം നൽകും. വെള്ളിയാഴ്ചയാണ് നയപ്രഖ്യാപനം. ബുധനാഴ്ച ബക്രീദിന്റെ അവധി ദിനമായതിനാലാണ് മന്ത്രിസഭായോഗം ഇന്ന് ചേരുന്നത്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഡൽഹിയിലേക്ക് പോയേക്കും. നാളെയാണ് നരേന്ദ്രമോദിയുമായുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച. ഇതൊക്കെ അനുസരിച്ചാണ് ഇന്നത്തേക്ക് മന്ത്രിസഭായോഗം വെച്ചത്. IAS ഉദ്യോഗസ്ഥരെ മാറ്റിയതിലുള്ള അതൃപ്തി ഒരുപക്ഷെ മന്ത്രിമാർ യോഗത്തിൽ അറിയിച്ചേക്കാം എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. ഒപ്പം KSRTCയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, ഏതൊക്കെ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര നൽകണം, എന്തെങ്കിലും കാറ്റഗറൈസേഷൻ ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ സർക്കാരിനൊരു ധാരണയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ വിശദാംശങ്ങളും ഒരുപക്ഷെ ഇന്ന് ചർച്ച ചെയ്തേക്കാം. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, പ്രധാനപ്പെട്ട മന്ത്രിസഭായോഗമാണ്. അതിൽ നിർണായകമാകുക നേരത്തെ പറഞ്ഞതുപോലെ IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം, വിവിധ വകുപ്പുകളിൽ സെക്രട്ടറിമാരെ നിയമിച്ചടക്കമുള്ള കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ വിമർശനമൊക്കെ വന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. ഇതൊക്കെ വിശദമായി തന്നെ ചർച്ച ചെയ്യുമോ ക്യാബിനറ്റ്? ഏറ്റവും പ്രധാനം വ്യവസായ വകുപ്പ് സെക്രട്ടറി നിയമിച്ചതാണ്. അത് വ്യവസായ മന്ത്രിയുടെ അറിവോടുകൂടി ആയിരുന്നില്ല, അനുമതിയോടുകൂടി ആയിരുന്നില്ല എന്ന വിമർശനമാണ് ഉയർന്നു വരുന്നത്. ഇതിൽ തന്നെ ലീഗിന് കുഞ്ഞാലിക്കുട്ടിക്ക് വലിയ അതൃപ്തിയുണ്ട് എന്നും വിവരമുണ്ട്. ഏതായാലും കളക്ടർമാരുടെ സ്ഥലംമാറ്റവും ആ തരത്തിൽ വിവാദമാണ്. നേരത്തെയൊക്കെ കളക്ടർമാരുടെ സ്ഥലംമാറ്റം റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് ജില്ലാ കളക്ടർമാർ വരുന്നത്. അതുകൊണ്ട് തന്നെ റവന്യൂ മന്ത്രിയുമായി കൂടിയാലോചിച്ച് അല്ലെങ്കിൽ റവന്യൂ മന്ത്രി നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് നേരത്തെയൊക്കെ ജില്ലാ കളക്ടർമാരുടെ സ്ഥലം മാറ്റം തീരുമാനിച്ചത്. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതൽ ആ ഒരു രീതിക്ക് മാറ്റം വന്നു. മുഖ്യമന്ത്രിയുടെ കീഴിലാണ് IAS ഉദ്യോഗസ്ഥർ ഉള്ളത്. അതുകൊണ്ട് തന്നെ IAS സ്ഥലം മാറ്റത്തിൽ മറ്റു വകുപ്പുകളുടെ അനുമതി വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിണറായി വിജയൻ ആയിരുന്നപ്പോൾ പോയിരുന്നു. ആ ഒരു രീതിയാണ് ഈ വിഷയത്തിലും ഇപ്പോൾ VD സതീശനും സ്വീകരിക്കുന്നത്. മറ്റു മന്ത്രിമാർ അറിയാതെ, റവന്യൂ മന്ത്രി അറിയാതെ കളക്ടർമാരുടെയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിമാരുടെ അനുമതിയില്ലാതെ സെക്രട്ടറിമാരുടെയും സ്ഥലം മാറ്റമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇന്ന് ലീഗ് മന്ത്രിമാർ ഈ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ചേക്കും. അതിലുള്ള അതൃപ്തി അവർ അറിയിച്ചേക്കും. എന്താണ് മുഖ്യമന്ത്രിയുടെ മറുപടി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു പ്രധാനപ്പെട്ട വിഷയം വരാനുള്ളത് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമാണ്. 29 വെള്ളിയാഴ്ച നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തേണ്ടതുണ്ട്. അതിനെ ആ പ്രസംഗത്തിന് മന്ത്രിസഭയുടെ അനുമതി ആവശ്യമാണ്. അതിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകും. KSRTCയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിലൊരു സ്ഥിരീകരണമില്ല. ഒരുപക്ഷെ ഇന്ന് ആ റിപ്പോർട്ടും വന്നേക്കാം. അങ്ങനെയെങ്കിൽ ജൂൺ 15 മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ തീയതി. ജൂൺ 15 മുതൽ ഇത് നടപ്പാക്കും. ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന തീരുമാനം നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയത്. ഏതൊക്കെ ബസ്സുകളിൽ വേണം, ഒരു ദിവസം എത്ര ദൂരം സഞ്ചരിക്കാം തുടങ്ങി വിശദമായ റിപ്പോർട്ടാണ് KSRTC തയ്യാറാക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ കൂടി അനുമതിയോടുകൂടിയാകും നടപ്പാക്കുക. മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് അത് വരേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരേണ്ടതില്ല. മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് കണ്ട് ഗതാഗത മന്ത്രിയുമായി ചർച്ച ചെയ്ത തീരുമാനം നടപ്പാക്കിയാൽ മതി എന്നുള്ളതാണ്. ഏതായാലും ആ വിഷയവും സർക്കാരിന്റെ മുന്നിലുണ്ട്. ഒപ്പം നാളെയാണല്ലോ പ്രധാനമന്ത്രിയുമായുള്ള നിർണായകമായ കൂടിക്കാഴ്ച. നേരത്തെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നാളത്തെ ഡേറ്റ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് മോദി എന്നാണ് മനസ്സിലാക്കേണ്ടത്. 11 മണിക്ക് ശേഷമായിരിക്കും കൂടിക്കാഴ്ച. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആശയപരമായി നയപരമായി ഒരുപാട് വ്യത്യാസങ്ങൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കേരള സർക്കാരാണ് ഇപ്പോഴുള്ളത്. ദേശീയ നയം നടപ്പിലാക്കേണ്ടി വരും കോൺഗ്രസിന്റെ. പക്ഷെ അപ്പോഴും കേന്ദ്രവുമായി അനുരഞ്ജനത്തിന് പോവുക, നേരത്തെയുള്ള മുഖ്യമന്ത്രിയെ ഉമ്മൻചാണ്ടി സ്വീകരിച്ചതുപോലെ വികസന പദ്ധതികൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായങ്ങൾ പ്രതീക്ഷിക്കുക, അത് നേടിയെടുക്കുക എന്ന വലിയൊരു ടാസ്ക് സതീശനുണ്ടല്ലോ അരുൺ. തീർച്ചയായിട്ടും വികസനത്തിൽ രാഷ്ട്രീയം തടസ്സമാകില്ല എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും പല വികസന പദ്ധതികളും ഈ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ നടപ്പാക്കിയിരുന്നു. ഈ പാർട്ടിയുടെ നയവുമല്ല അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വികസന വിഷയത്തിൽ പിണറായി സർക്കാരും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് അനുകൂലമെന്ന് തോന്നുന്ന നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഈ സർക്കാരിനും അത് നടപ്പാക്കിയേ മതിയാകൂ. ഏറ്റവും ഒടുവിൽ ഈ PFC വിഷയത്തിലടക്കം മുസ്ലിം ലീഗ് മന്ത്രിയാണെങ്കിൽ പോലും അതിൽ ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ല നിലപാട് ഷംസുദ്ദീൻ സ്വീകരിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റ് ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായാലും സംസ്ഥാനത്തിന്റെ മറ്റ് വികസന സ്വപ്നങ്ങൾക്കായാലും കേന്ദ്രത്തിന്റെ വലിയ സഹായം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ ചായ്വ് നോക്കാതെയുള്ള തീരുമാനമാകും ഉണ്ടാവുക. പ്രധാനമന്ത്രിയുമായും ഒരു മുഖ്യമന്ത്രി ചുമതലയേറ്റെടുത്ത ശേഷം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനത്തിന്റെ പ്രതീക്ഷകൾ, കേന്ദ്ര നിലപാടൊക്കെ ആദ്യഘട്ട കൂടിക്കാഴ്ച സ്വാഭാവികമായും ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രിയുടെ
നേരത്തെ സന്ദർശന അനുമതി തേടിയിരുന്നു. പക്ഷേ അദ്ദേഹം അന്ന് സ്ഥലത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് കൂടിക്കാഴ്ച നാളത്തേക്ക് മാറ്റുന്നത്. വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായുള്ളത്. സതീശൻ മുഖ്യമന്ത്രിയായ ഉടൻ തന്നെ നരേന്ദ്രമോദി അദ്ദേഹത്തെ അഭിനന്ദിച്ചും സഹകരണം ഉറപ്പാക്കിയും അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു തുടക്കം, ഈ രാഷ്ട്രീയ ഭേദമില്ല, രണ്ട് ധ്രുവങ്ങൾ നിൽക്കുന്ന പാർട്ടികളാണ്, രണ്ട് ധ്രുവങ്ങൾ നിൽക്കുന്ന മുന്നണികളാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നാടിന്റെ വികസനം, കേരളത്തിലെ മുന്നോട്ട് പോക്കിന് ആവശ്യമായ കാര്യങ്ങളിൽ ഒരു സമവായ നീക്കങ്ങൾ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള മുന്നോട്ട് പോക്ക് തന്നെയാകും കേന്ദ്രവും സംസ്ഥാനവും ആഗ്രഹിക്കുന്നത്. തുടരുക അരുണ്.